ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയുമോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സയഅതി സമാനുൻ അലാ ഉമ്മതി യഖറഊനൽ ഖുർആന വയുസല്ലൂന ഫിൽ മസ്ജിദി വലൈസ ഫീഹിം ഈമാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാ, എന്റെ കാലശേഷം നിന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. യഖറഊനൽ ഖുർആന, അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അവർ പാരായണം ചെയ്യും. വയുസല്ലൂന ഫിൽ മസ്ജിദി, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വെച്ചിട്ട് അവർ നിസ്കരിക്കും. വലൈസ ഫീഹിം ഈമാൻ, അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് കൂട്ടി വായിക്കണേ. നമ്മൾ ഏത് കാലഘട്ടത്തിലാ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ പോയിട്ട് 5 വഖത്ത് നമ്മൾ നിസ്കരിക്കുന്നവരാ. പക്ഷേ ഈമാനില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോ, ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മൾ മാറുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയുമോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു തആല ഈമാനിനെ ഉയർത്തിക്കളയുക. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ലജ്ജയില്ലാത്ത ഒരു കാലഘട്ടമായി മാറുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനും എന്ത് തോന്നിവാസം ചെയ്യാനുമുള്ള ഒരു ലൈസൻസ് ആയി മാറുക. ഈമാനില്ലാത്ത ഒരു കാലഘട്ടം, ലജ്ജയില്ലാത്ത ഒരു കാലഘട്ടം. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് മിണ്ടുന്നത് എങ്ങനെയായിരുന്നു? ലജ്ജയോടുകൂടെ, നാണത്തോടുകൂടെയല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? അധപതനത്തിന്റെ പര്യായമായി മാറിപ്പോവുകയാ, ലോകാവസാനത്തിന്റെ അടയാളമായി മാറിപ്പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ നമ്മൾ സൂക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു തആല കാക്കുമാറാകട്ടെ. ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തി കളയുന്നതിന് നമ്മൾ പേടിക്കണമേ.